ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തിന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തിന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. കരുതുന്ന വിധങ്ങളോർത്താ നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിന് പൊഴിഞ്ഞിടുമേ. എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിന് പൊഴിഞ്ഞിടുമേ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ കരുതുന്നതോർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ശരിക്കും ഇപ്പോൾ നമ്മൾ കേട്ട ഈ വരികൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും മറ്റൊന്നല്ല സംഭവിക്കുന്നത്. ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവ് വേണ്ടതെല്ലാം നൽകി അത്ഭുതകരമായി അതിശയകരമായി പരിപാലിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 6-7 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളീൻ. നിങ്ങളെ കരുതുന്നവനാകുന്ന ഒരു ദൈവമുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം വരെയും ആദിമ സഭയിൽ വരെയും ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. രാജാക്കന്മാരെ കരുതിയ ദൈവം, പ്രവാചകന്മാരെ കരുതിയ ദൈവം, അപ്പോസ്തലന്മാരെ കരുതിയ ദൈവം, ഇടയന്മാരെ കരുതിയ ദൈവം, ചെറിയവരെയും വലിയവരെയും ഒരുപോലെ കരുതിയ ദൈവം ഇന്നും നമ്മെ പുലർത്തുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്. വിശുദ്ധ ബൈബിളിൽ അബ്രഹാം സഹാക്കിനോട് പറഞ്ഞു, മകനെ, യഹോവ നോക്കിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബത്തോട് ദൈവം പറയുന്നു, വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് കരുതും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് ഒരുക്കും.
ഞാനിത് പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഇത് നിങ്ങളുടെ ജീവിതം തന്നെയാണല്ലോ, ഇത് നിങ്ങളുടെ അനുഭവമാണല്ലോ. ഈ ഹാഗാർ ഇശ്മായേലിനെയും കൊണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തിയിലെ വെള്ളവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ജീവിതത്തിൽ അവൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവയെ ആ ബാലകന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ദൈവം ആ മരുഭൂമിയിൽ തുറക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഉറവ ദൈവം അടയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവ എവിടെയോ നമുക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ തകർച്ചകളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ, വല്ലാതെ വലയുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. സാരഫത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് എന്ന ദൈവപുരുഷനെ ദൈവം അയക്കുന്നു. ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് സാരഫത്തിലേക്ക് പോകുക. ഏലിയാവ് അവിടെ ചെന്നു. ആ പട്ടണവാതിക്കൽ നിൽക്കുന്ന ഒരു വിധവയായ സ്ത്രീയെ കണ്ടു. ഏലിയാവ് അവളോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം. ഉടനെ ആ സ്ത്രീ പറയുന്നു, യജമാനനെ, ഇതാ ഞാൻ 2 വിറക് പെറുക്കും. എന്റെ കയ്യിൽ 1 പിടി മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ഈ എണ്ണ കൊണ്ടും ഈ മാവ് കൊണ്ടും ഞാൻ അടയുണ്ടാക്കി, അപ്പമുണ്ടാക്കി എന്റെ ബാലകൻ, എന്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന് മരിക്കാനിരിക്കുകയാണ്. കാരണം എല്ലാ പ്രതീക്ഷകളും കൈവിട്ടിരിക്കുന്നു. ക്ഷാമം ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ദേശത്തെയും തകർത്തിരിക്കുന്നു. അവിടെ ഏലിയാവ് പറയുന്നുണ്ട് ആ സ്ത്രീയോട്, നീ എനിക്കൊരട ഉണ്ടാക്കിക്കൊണ്ട് വരിക. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആ ദേശത്തിലെ ക്ഷാമം തീരുന്നത് വരെയും കലത്തിലെ മാവ് കുറയാതെ, കലശത്തിലെ എണ്ണ തീരാതെ ആ മകളെയും മകനെയും ദൈവം അത്ഭുതകരമായി കരുതി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, തക്ക സമയത്താണ് ഏലിയാവ് അവിടെ എത്തുന്നത്. റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ഒരു റൈറ്റ് പേഴ്സണെ ദൈവം സെൻഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ കരുതലുകൾ ഈ നിലകളിലാണ് വെളിപ്പെടുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും റൈറ്റ് ടൈമിൽ കൃത്യമായ സമയത്ത്. ഞാൻ ഈ പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എങ്ങനെയാകും കർത്താവെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുന്നത്? എങ്ങനെയാണ് ആ കടവാടക കൊടുക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ ആ ലോൺ അടയ്ക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടുവാടക കൊടുക്കുന്നത്? എങ്ങനെയാണ് കർത്താവെ ഞാൻ ആ സാധനം വാങ്ങുന്നത്? എങ്ങനെയാണ് കർത്താവെ ആ ബിസിനസ്സിൽ ആ കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാ അപ്പച്ച ആ കിട്ടാൻ എന്നോട് ആ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്? ഇങ്ങനൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പല സമയങ്ങളിലും കൃത്യമായ സമയത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നിങ്ങളെയും കരുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് ഈ പാട്ടും പ്രസംഗം എന്ന പ്രോഗ്രാമിൽ വളരെ വ്യക്തമായി പറയുന്നു, അധൈര്യപ്പെടരുത്, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. റൈറ്റ് ടൈമിൽ കൃത്യമായ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കരുതുന്നവനാകുന്ന ദൈവമാണ്. അതുകൊണ്ട് ധൈര്യത്തോടിരിക്കുക, വിശ്വാസത്തോടെ ചുവട് വെക്കുക. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, സാധ്യതകളൊന്നും ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ കാണത്തില്ല. പക്ഷേ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തിന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും.